ലതേ, കാവ്യെ കൊണ്ട് നേദിക്കാനുള്ള പാൽപ്പായസം റെഡിയായോ? നീ എന്തോന്നും മിണ്ടാത്തെ? അമ്മ, ഇവള് പായസം ഉണ്ടാക്കിയിട്ടില്ല, അതാ മിണ്ടാത്ത. ഋതുമോള് കൊണ്ടുവന്ന പായസം അവിടെ ഇരിക്കണേ. പാവോ ദൈവമേ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? നീ എന്താ ചെയ്യാത്തെ? ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയാലോ? അമ്മേ, ഇവൾക്കൊന്നും ഇവിടുത്തെ ഒരു കാര്യത്തിൽ ശ്രദ്ധയില്ല. ദൈവമേ, ഇനി പായസം ഉണ്ടാക്കിയെടുക്കാൻ 1 മണിക്കൂർ പിടിക്കുമല്ലോ. എന്താ അമ്മേ പ്രശ്നം? എടാ, അമ്പലത്തിൽ കൊണ്ടേ നേദിച്ച് വാങ്ങാനുള്ള പാൽപ്പായസം ലത ഉണ്ടാക്കിയിട്ടില്ല. അല്ല, പായസം ഇപ്പോ ലത തന്നെ ഉണ്ടാക്കണമെന്നില്ലല്ലോ. ഞാനുണ്ടാക്കിയിട്ടുണ്ടല്ലോ. അല്ല, അച്ഛനിപ്പോ പായസം ഉണ്ടാക്കി? നീ ലതയോട് പായസം ഉണ്ടാക്കാൻ പറയുന്ന കാര്യം ഞാൻ കേട്ടു. അമ്പലത്തിലേക്ക് കൊണ്ടുപോകേണ്ടതല്ലേ? അപ്പൊ അതിന് ശുദ്ധി വേണം. അതുകൊണ്ട് ഞാൻ തന്നെയോട് ഉണ്ടാക്കി. അതേതായാലും നന്നായി വേണുവേട്ടാ. ആണോ? നീ ഒന്ന് രുചിച്ചു നോക്കിയേ. രുചിച്ചു നോക്ക്. കഴിക്കുമ്പോ നിനക്ക് മനസ്സിലാവും ആരാ ഉണ്ടാക്കിയെന്ന്. ഋതു ഉണ്ടാക്കിയ പായസം. ഞാനുണ്ടാക്കിയ പായസമാണെന്ന് രാജുന് മനസ്സിലായി. ദൈവമേ, അപ്പൊ രാജുന് എന്നോട് പിണക്കൊന്നുമില്ല. ഇത് അമ്പലത്തിൽ കൊണ്ടുപോകാനല്ലോ അല്ലേ? അമ്മേ, ഏതെങ്കിലും ഒരു ദേവന് നേദിച്ച പോരെ? ഞാനും ഒരു ദേവനാ. ഇത് എനിക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയതെന്ന് അങ്ങ് കരുതിയാൽ മതി.